നമുക്ക് IR സെൻസർ വെച്ചിട്ട് ഒരു സിമ്പിൾ ബർഗ്ലർ അലാം ഉണ്ടാക്കിയാലോ? കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇൻഫ്രാറെഡ് സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് വെച്ചിട്ട് ഒരു ലൈൻ ഫോളോവർ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ കാണിച്ചു. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർഡിനോയും മൈക്രോ കൺട്രോളറും കോഡിങ്ങും ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഒരു ബർഗ്ലർ അലാം എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഈ പ്രോജക്റ്റിന് നമുക്ക് ആകെപ്പാടെ വേണ്ടത് ഒരു ഇൻഫ്രാറെഡ് സെൻസർ, ഒരു ബ്രെഡ് ബോർഡ്, ഒരു ബസർ, കുറച്ച് കണക്റ്റിംഗ് വയേഴ്സ്, പിന്നെ ഒരു 5 വോൾട്ട് അഡാപ്റ്റർ. കഴിഞ്ഞ റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് വീഡിയോയിൽ നമ്മൾ റോബോട്ട് എന്താണെന്നും സെൻസർ എന്താണെന്നും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ നമ്മൾ സെൻസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് റോബോട്ടിക്സ് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ മിസ്സാവാതെ കാണുക, അത് കണ്ടിട്ട് തിരിച്ച് ഇതിലേക്ക് വരിക. വളരെ രസകരമായ ഹോബി പ്രോജക്ട്സും റോബോട്ടിക്സ് ട്യൂട്ടോറിയൽസും നമ്മൾ ഈ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബർഗ്ലർ അലാം ഉണ്ടാക്കുന്നതിന് മുമ്പ് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ഈ കാണുന്ന IR സെൻസറിൽ മെയിൻലി 2 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ഒരു ഇൻഫ്രാറെഡ് LED, 2 ഒരു ഫോട്ടോ ഡയോഡ്. IR LED എപ്പോഴും അത് പോയിന്റ് ചെയ്തിരിക്കുന്ന ഡയറക്ഷനിലോട്ട് IR റേസ് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ഒരു ക്യാമറ വെച്ച് കാണാം. നമുക്ക് ഈ IR സെൻസറിനെ ഒരു വസ്തുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ IR LEDയിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കുറച്ച് IR റേസ് ആ വസ്തു അബ്സോർബ് ചെയ്യുന്നു, കുറച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. നല്ല വെള്ള പോലത്തെ ബ്രൈറ്റ് കളറാണ് ആ വസ്തുവിനെങ്കിൽ കൂടുതൽ IR റേസ് ആ വസ്തുവിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് ഫോട്ടോ ഡയോഡിലെത്തുന്നു. നേരെ മറിച്ച് നല്ല ഇരുണ്ട നിറമാണ് ആ വസ്തുവിനെങ്കിൽ കൂടുതൽ IR റേസ് ആ വസ്തു അബ്സോർബ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഡയോഡിലേക്ക് IR റേസ് എത്തുന്നില്ല. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന IR റേസിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് ഫോട്ടോ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നു. ഈ ഫോട്ടോ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഈ സെൻസർ മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടും മാറുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന IR റേസിൻ്റെ ഇൻറ്റൻസിറ്റി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ IR സെൻസറിന് മുന്നിലുള്ള വസ്തുവിൻ്റെ കളറിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാം. IR സെൻസറിൻ്റെ വർക്കിംഗ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ IR സെൻസറിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. IR LEDയും ഫോട്ടോ ഡയോഡും ചെറുതായിട്ടൊന്ന് വളച്ച് IR LEDയുടെ ലൈറ്റ് ഡയറക്റ്റ് ഫോട്ടോ ഡയോഡിൽ വീഴുന്ന രീതിയിലാക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കമ്പോണൻസ് കണക്ട് ചെയ്യാം. സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇവിടെ IR സെൻസറിൻ്റെ VCC 5 വോൾട്ടിലേക്കും ഗ്രൗണ്ട് നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നു. IR സെൻസറിൻ്റെ Vout പിൻ ബസറിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും ബസറിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സർക്യൂട്ട്. നമ്മുടെ ബർഗ്ലർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡോറിൽ ഫിക്സ് ചെയ്താൽ മാത്രം മതി. വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സിപ്പ് ടൈ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതൊരു ഡോറിൻ്റെ ഫ്രെയിമിൽ കണക്ട് ചെയ്യാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് നന്നായി ഒട്ടിക്കുക. ഡോറ് തുറക്കുമ്പോൾ ഇളകി പോകാതെ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ പവർ അഡാപ്റ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്യൂട്ട് പവർ ഓൺ ചെയ്യാം. അഡാപ്റ്റർ തന്നെ വേണമെന്നില്ല, ഏതൊരു 5 വോൾട്ട് പവർ സോഴ്സും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. IR LEDയിൽ നിന്ന് ഫോട്ടോ ഡയോഡിലേക്ക് IR റേസ് വീഴുന്നത് തടയാനായിട്ട് ഒരു കറുത്ത ടേപ്പ് യൂസ് ചെയ്യുക. ഡോർ തുറക്കുമ്പോൾ ഈ ടേപ്പ് അകലുന്ന രീതിയിൽ നമ്മളിത് ഡോറിലാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോജക്റ്റ്. നമ്മുടെ ബർഗ്ലർ അലാം റെഡിയാണ്. ഇനി നമുക്ക് അഡാപ്റ്റർ ഓൺ ചെയ്യാം. എന്നിട്ട് ഡോർ തുറന്നു നോക്കാം. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഡോർ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ കറുത്ത ടേപ്പ് IR LEDയുടെയും ഫോട്ടോ ഡയോഡിൻ്റെയും നടുക്കായിരിക്കും. അതുകൊണ്ട് IR LEDയിൽ നിന്ന് വരുന്ന IR റേസ് ഫോട്ടോ ഡയോഡിൽ വീഴുന്നില്ല. അതുകൊണ്ട് സെൻസറിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. ഡോർ തുറക്കുമ്പോൾ ഈ കറുത്ത ടേപ്പ് മാറുകയും IR LEDയിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസ് ഫോട്ടോ ഡയോഡിൽ വീഴുകയും സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആവുകയും സെൻസറിൻ്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബസർ ഓൺ ആവുകയും ചെയ്യുന്നു. സിമ്പിൾ അല്ലായിരുന്നു ഈ പ്രോജക്റ്റ്? നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു നോക്കാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.